ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താ ചേട്ടാ പേര്? എൻ്റെ പേര് റെജി വർഗീസ്. ചേട്ടാ എവിടെ നിന്നായിരുന്നേ? പത്തനാപുരത്തിനടുത്ത് എളമണ്ണൂർ എന്ന് പറയും. എന്തായിരുന്നു ചേട്ടാ പക്ഷേ? എൻ്റെ കാലിൻ്റെ മുട്ടിന് ഒരു 3-4 മാസം കൊണ്ട് വേദന. ഞാൻ എക്സസൈസൊക്കെ ചെയ്യുന്നതാണ്, 4 കിലോമീറ്റർ ഡെയിലി നടക്കുന്ന ഒരാളാണ്. അന്നേരം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇപ്പം സാമ്പത്തികമായിട്ട് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ ഫിനാൻഷ്യലി ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനത് ഗുരുക്കളുടെ അടുത്ത് പറഞ്ഞു. പക്ഷേ ഗുരുക്കൾ പൈസയ്ക്കുള്ള ആർത്തിയോ അങ്ങനെയുള്ള ഒരു മനോഭാവമാണ്. അന്നേരം ഞാൻ പറഞ്ഞു, ഗുരുക്കളെ ഞാനിവിടെ വരെ നടന്നതാണ്, ബസ്സിനിറങ്ങിയിട്ട് ഓട്ടോ വിളിക്കാൻ ഗുരുക്കൾ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു പൈസ ഇല്ല. ആകപ്പാടെ 100-250 രൂപയും കൊണ്ടാണ് വന്നത്. രാവിലെ ഫുഡ് കഴിക്കാൻ മാത്രമേ എൻ്റെ പൈസയുള്ളൂ. ജോലി ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു. പക്ഷേ ഗുരുക്കൾ വളരെ മര്യാദയ്ക്കായിട്ട് എടുത്ത് പറഞ്ഞ്, നിങ്ങളുടെ പൈസ അത്യാർത്ഥിയോ ഒന്നും ഞാൻ ചോദിച്ചില്ല, നിങ്ങൾക്ക് ഉള്ളത് ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഒന്നും തന്നില്ലെങ്കിലും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് എനിക്കും മനസ്സിലാവും, ഞാനും ഒരു ചെറുപ്പക്കാരനാണ്, അന്നേരം അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരാളിനെ ഞാൻ മനോഭാവത്തിൽ കാണുന്നത് വളരെ ചുരുക്കം പേരിൽ ഒരാളാണ്. അന്നേരം ഒരു കാര്യം മനസ്സിലായി, ഫിനാൻഷ്യലി പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ഗുരുക്കൾക്ക് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാം. അത് ദൈവത്തിന് ചേർന്ന അല്ലത് ഗുരുക്കൾക്ക് തന്നെ മനസ്സിലായതുകൊണ്ട്, ആ ദൈവാധീനം ഉള്ളതുകൊണ്ട് ഗുരുക്കൾ അങ്ങനെ പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ട് പറഞ്ഞപ്പം തന്നെ ഗുരുക്കൾ പറഞ്ഞ് വേണ്ട എന്ന്. അന്നേരം ഞാനിപ്പം തിരുമ്മിപ്പം കുറച്ച് ആശ്വാസമുണ്ട്. നീ പൂർണ്ണമായിട്ട് മാറുമെന്ന്, ഒരു 5 മിനിറ്റ് ഇരുന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഈ സൈഡ് കുത്തിൽ ഒരു ചെറിയ വേദന പോലെ തോന്നിക്കുന്നുണ്ട്. അതൊന്നുകൂടെ കാണിച്ചിട്ട് ഞാൻ വീട്ടിൽ പോകും. ഒരുപാട് നന്ദി. അതിന് വേണ്ടത് ആസ്വദിന് വേണ്ടി തെറാപ്പി വേണ്ടതേ. പൈസയൊക്കെ ദൈവം മതിയോ, വരും പോവും. എല്ലാം ദൈവത്തിൽ അർപ്പിച്ചിട്ട് ജീവിക്കുക, അത്രയേ ഉള്ളൂ.